സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ കേസിൽ കളങ്കിതരെല്ലാം ഇനി പോലീസിന്റെ ചോദ്യമുനയിലേക്ക് എത്തുകയാണ്. ആദ്യം സംവിധായകൻ രഞ്ജിത്തിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കൊച്ചി മറൈൻ ഡ്രൈവിലെ കോസ്റ്റൽ IG ഓഫീസിലെത്തിയ രഞ്ജിത്തിനെ AIG പൂങ്കളിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. വരും ദിവസങ്ങളിൽ മുകേഷ്, സിദ്ദിഖ്, ഇടവേള ബാബു എന്നിവരെയും വിളിപ്പിക്കാനാണ് തീരുമാനം. അതിനിടെ ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടി. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചുവരുത്തിയ ശേഷം കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ബംഗാളി നടിയുടെ പരാതിയിലാണ് രഞ്ജിത്തിനെ ചോദ്യം ചെയ്തത്. AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. SITയിലെ DYSPമാർ ഉൾപ്പെടെയുള്ളവരും സംഘത്തിലുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രഞ്ജിത്ത് തയ്യാറായില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ IPC 354 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇത് ജാമ്യം ലഭിക്കുന്ന വകുപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ ഹൈക്കോടതി രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ബാംഗ്ലൂരുവിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലും രഞ്ജിത്തിനെതിരെ കേസുണ്ട്. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ കുറ്റാരോപിതരെ ചോദ്യം ചെയ്തു തുടങ്ങുമെന്ന് അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യം ആരോപണ വിധേയരായവരിൽ ഒരാളാണ് രഞ്ജിത്ത്. വിവാദത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. അതേസമയം ലൈംഗികാതിക്രമ കേസിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് വിശദീകരണം തേടി. പിഗ്മാൻ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച കയറിപ്പിടിച്ചെന്ന നടിയുടെ പരാതിയിലാണ് കേസ്. നടിയുടെ പരാതി സാങ്കല്പികമാണെന്നാണ് ജയസൂര്യയുടെ ഹർജിയിൽ പറയുന്നത്. 2012 ജനുവരി 1-നും 2013 ഡിസംബർ 31-നും ഇടയിലാണ് സംഭവമെന്ന് നടി പറയുന്നു. ആദ്യം കരമന പോലീസ് എടുത്ത കേസ് പിന്നീട് തൊടുപുഴയിലേക്കും തുടർന്ന് കൂത്താട്ടുകുളം സ്റ്റേഷനിലേക്കും കൈമാറി. ബിസിനസ് ആവശ്യത്തിന് വിദേശത്തായിരുന്ന തനിക്ക് FIRന്റെയും മൊഴിയുടെയും പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ജയസൂര്യ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 23-ലേക്ക് മാറ്റി. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി നേരത്തെ ഒമർ ലുലുവിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ഒമർ ലുലുവിനെ അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്നായിരുന്നു ഒമർ ലുലുവിന്റെ വാദം. ന്യൂസ് 18 കൊച്ചി.